ഇപ്പൊ കോൺഗ്രസ്സുകാരൊക്കെ ഏതും പറവാങ്ങില്ലയോ നാട്ടേം പറവാങ്ങില്ല ഞാൻ അനക്കം കേപ്പിയല്ലേ അന്നലെ അമ്മാരിക്കുള്ള ജാഥയെല്ലാം ഇല്ല ഞാൻ പോയി നിങ്ങൾ ജയിച്ചു തരും അബ്ദുള്ള ജയിപ്പാൻ മുന്നേ നിങ്ങൾ എന്നെല്ലാം വാഗ്ദാനം കഴിഞ്ഞ ജനങ്ങൾക്ക് കൊടുത്തത് കൂക്കപ്പോലീസ് നമ്മളെല്ലാം തിരിച്ചെടുക്കുന്നൊന്നുമില്ല അവളെ വോട്ട് വേണ്ടി അവളെ കവളിപ്പിച്ച് അമ്മക്കളെയും പറ്റിച്ച് 6 മാസം കായ്പങ്ങ 2 കൊല്ലം കായ്പങ്ങ അബ്ദുള്ള ഏറി പിന്നെ കോൺട്രാക്ട് ബേസിൽ പിരിച്ചുവിട്ട മക്കളെയെല്ലാം തിരിച്ചെടുപ്പിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എല്ലാം ബലം പറഞ്ഞാണ് നിങ്ങൾ ജനങ്ങളെ പറ്റിച്ചത് അപ്പം ഓൺലൈൻ ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റാക്കി മാറ്റും നിങ്ങൾ പറഞ്ഞ് ഏതും നിങ്ങൾ മറന്നില്ലേ മാറ്റത്തിനായി ഉരോട്ടു ഇങ്ങനെയെല്ലാം കാണും നിങ്ങൾ ജയിച്ചു പോയത് ഭണ്ഡാരഭൂമി മറ്റേ എണ്ണെന്ന് നിങ്ങൾക്ക് ലോൺ എടുപ്പാനും നിങ്ങൾക്ക് മറ്റേ എല്ലാ ഇതും ചെയ്യുവാനുമുള്ള ഇത് തരുന്നൊല്ലി ജനങ്ങളെല്ലാം കബളിപ്പിച്ചാണ് നിങ്ങൾ ജയിച്ചിരിക്കേണ്ടത് ജയിച്ചതില്ല അത് വളച്ചു പറഞ്ഞില്ല ജയിച്ചത് എങ്ങനെയെന്നുള്ളത് അത് വിട് 2647 ജയിച്ചതെന്നുള്ളത് ഞങ്ങൾക്കെല്ലാം ഇതുവരെ ഒരു വിശ്വാസം കുറവുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വിശ്വാസക്കുറവുണ്ട് ലക്ഷദ്വീപിനെ സംബന്ധിച്ച് അത്ര ചേഞ്ച് വരുവാൻ പാടില്ല അതെല്ലാം വിട് എന്നാലും നിങ്ങളിവിടെ പുറവാകൊള്ളേ നിങ്ങൾ നോക്കുക ആക്കത്തി ബംഗാരങ്ങളിലെ തിന്നകരയില്ലേ കൽപ്പെട്ടിയില്ലേ എല്ലാം പോയി എല്ലാം നഷ്ടപ്പെട്ടു കാക്കത്തിക്കാരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇതെല്ലാം ഞങ്ങൾ വരുത്തി തീർത്തല്ലേ കേട്ടിയാ അപ്പം ഭണ്ഡാരഭൂമിയ കാര്യം തന്നെ അഡ്മിനിസ്ട്രേറ്റർ കൂടെ പറയുന്നൊല്ലി ഭയങ്കര വീമ്പിളാക്കി ഞാൻ എവിടേക്ക് വീമ്പിളാക്കുവാം അച്ചങ്ങാതി ജയിച്ചു പോയപാട് ആദ്യം ചെയ്ത പരിപാടി നിങ്ങൾ കണ്ടേലി പോയി അഡ്മിനിസ്ട്രേറ്ററെ ശാളം കണിച്ച് ഒരു സിനിമയുള്ള പോലും ഇങ്ങനത്തെ ഒരു സീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൊല്ലിത്താ നമുക്ക് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു സീൻ സിനിമകൾ പോലും കണ്ടി എല്ലാവരും സിനിമ കണ്ട ആൾക്കാരല്ലേ ഏതെങ്കിലും ഒരു സിനിമകൾ നിങ്ങൾ കണ്ടിനി ജയിച്ചു പോയ പ്രതിനിധി പോയി ഗവർണറിനെയോ പ്രധാനമന്ത്രിയോ ശാളണിക്കണ്ടേ കണ്ടിനി ഒരിക്കലുമില്ല ഇത് നിങ്ങളെ കണ്ട് പൊടിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് നാക്ക് ജയിച്ചു പോയി കിട്ടുവണം നിങ്ങളെ കവളിപ്പിച്ചാണ് പിന്നെ ആ പലമാർത്തി ഫൈസൽ ഉണ്ടല്ലേ ഫൈസൽ മൂത്തും എത്ര കഷ്ടപ്പെട്ട് പാവപ്പെട്ട വിശ്രമങ്ങളെ രക്ഷപ്പെടുത്താൻ നോക്കിയ മാസങ്ങളെടുത്ത് 500-600 ഉറുപ്പ്യ കെട്ടിച്ചു കൊടുക്കാൻ പോയി ശ്രീലങ്കയിൽ പോയി അത് തടഞ്ഞില്ലായ്മ ചെയ്ത അബ്ദുള്ളയും കൂട്ടക്കാരിലും കോൺഗ്രസ്സുകാരെ നിങ്ങൾ ഒരു കാര്യം പേരിക്കോണം പാവപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളികളാണ് നിങ്ങൾ വഞ്ചിച്ചത് ഇപ്പോഴും കീക്കരയെല്ലാം മാസ് കൂട്ടിയിട്ടിനെ കുന്നുകൂട്ടിയിട്ടിനെ മീനെങ്കിൽ എടുപ്പാൻ ആളില്ലേ ശിതം പോലെ ഇനിങ്ങെല്ലാം കൂടി നിലവാരം കണ്ടെത്തി ജനങ്ങളെ ഒന്ന് രസിച്ച് കാറ്റ് നേതാവേ അബ്ദുള്ളയെ കേൾക്കണ്ടെങ്കിൽ അബ്ദുള്ളയ്ക്ക് കേൾപ്പാൻ തന്നെ പറയണ്ടേ അബ്ദുള്ളയെ കാണണം കീക്കരൊക്കെ ഒന്ന് എളിഞ്ഞു നോക്കൂ കവരത്തി കീക്കരയില്ല എല്ലാ നാട്ടിലും മാസ് തിങ്ങി കൂടിക്കിടന്നിനെ ഏട്ടി ഫൈസലെ ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വിട്ടിയല്ലേ അത് നിങ്ങൾ ശ്രീലങ്കയിൽ പോയി അത് മുടക്കിപ്പേ അതിനും ഭാര്യയും വെച്ച് അതില്ലായ്മാക്കിപ്പേ എന്നിട്ട് ഫൈസലിനെ കള്ളരങ്ങാക്കി കേട്ടിയാ ജനങ്ങൾ തിരിച്ചറിയേണ്ട കാര്യമാണിത് ജനങ്ങൾ തിരിച്ചറിയണം കേട്ടിയാ ഇനിയിപ്പോൾ ഈ 5 കൊല്ലം നമുക്ക് ചെയ്യാൻ കഴിയാ ഈ 5 കൊല്ലം നിങ്ങളെ കൂടെ ഞങ്ങളും കൊണ്ടു ഞങ്ങൾ അനുഭവിക്കുക തന്നെ നമുക്ക് വേറെ വഴിയില്ലേ ഇച്ചങ്ങാതി കൊണ്ട് എന്തെങ്കിലും നടക്കുന്നെന്ന് നിങ്ങൾക്ക് തോന്നിട്ട് എന്നാൽ ജനങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ ഇപ്പം തന്നെ നോക്കൂ ബംഗാരത്ത് പോയി കള്ളം കുടിച്ച് നിങ്ങൾ ഫോട്ടോ കണ്ടിനാക്കുന്നില്ലേ ബംഗാരത്ത് പോയി കള്ളം കുടിച്ച് കവരത്ത് വന്ന് കാൽ വെച്ച കണക്ക് ഒരു മെഷീനാണ് കത്തി 2 മെഷീൻ കത്തിപ്പോയി അപ്പം അങ്ങനത്തെ വ്യക്തിയാണിത് കേട്ടിയാ ഇവിടെ വന്നുകൊണ്ട് മറ്റേ എന്നു SKSSF ഉദ്ഘാടനം കഴിച്ചില്ലാണ്ട് അപ്പം നമ്മളെ കാര്യം കൊടുക്കാൻ നോക്കും പിന്നെ ഈനായിടെ ഇപ്പോൾ മഞ്ജു എന്നെ കൊണ്ട് നമുക്കൊരു സാധനങ്ങളെ കിട്ടണ്ടേ മഞ്ജു ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കിട്ടും സാധനം അതിന് മുന്നേ നിങ്ങൾ നോക്കൂ കവരത്തി ഗ്യാസില്ല മിനുക്കോയ് ഗ്യാസില്ലെങ്കിൽ കവരത്തി ഗ്യാസില്ല ഇത് തന്നെയാണ് ഞാൻ പണി കപ്പലോട്ടിക്കേണ്ട ആര് MP അല്ലേ നിങ്ങൾ ചൊല്ലൂ ഫൈസലെങ്കിൽ നിങ്ങൾ കേട്ടുമ്പോൾ പറഞ്ഞല്ലോ നിന്നെ MP എവടി നിന്നെ മറ്റോ എവടി എവിടെയാളെ ഇപ്പം ഇപ്പം അങ്ങക്ക് ഉത്തരം താ എന്നെയെല്ലാം പ്രശ്നം മൂന്ന് ഇവിടെ പറഞ്ഞാൽ തീരുങ്ങായത് നിങ്ങൾ ഒന്ന് നോക്കൂ നിങ്ങൾ വേറിക്കണ്ടേ ഞങ്ങളെ കണ്ണും പൊത്തി ഇളച്ചത് ഞാൻ പറയാ ഇത്ര നാളും അനങ്ങളിളച്ച് എനിക്ക് ഒരു അരക്കൊല്ലെങ്കിലും ആയിക്കോട്ടും ഇപ്പം അരക്കൊല്ലം ആയിപ്പോയി ഇച്ചോളുടെ കൂക്കപ്പോലീസിനെയും എടുത്തിയാലേ ഇച്ചോളുടെ കോൺട്രാക്ട് ബേസിൽ പിരിച്ചുവിട്ട മക്കളെയും എടുത്തിയാലേ കോൺട്രാക്ട് ബേസിൽ പിരിച്ചുവിട്ട മക്കൾ വേറിച്ച എന്നെ ഒരു മാറ്റം ഉണ്ടായാൽ ഞങ്ങൾ തിരിച്ചെടുത്തും പോയെങ്കിലോ അപ്പരമാർത്തിക വോട്ടിട്ട് കൊടുത്ത് ജയിപ്പിച്ച് കേട്ടിയാ അതിനിങ്ങനെ മാറ്റം വന്നു മോനെ ഫൈസൽ 10 കൊല്ലം ഭരിച്ച ഒരു പ്രതിപക്ഷവും അവിടെ ഇല്ലാതെ ജനങ്ങളത് മനസ്സിലാക്കുക ആദ്യം ഇപ്പം അബ്ദുള്ള ജയിച്ചു പോയ ചൊല്ലിയെന്ന് ഞങ്ങളെ ശക്തമായ പ്രതിപക്ഷം ഇന്ത്യ സഖ്യം അവിടെ ഉണ്ട് ഞങ്ങളെ രാഹുൽ ഗാന്ധി അവിടെ ഉണ്ട് നിങ്ങൾ ഏം പേടിക്കൊണ്ട മുത്തുമൂനെ നിങ്ങളെ പ്രതിപക്ഷത്തോടെ നിങ്ങളെ രാഹുൽ ഗാന്ധി കൂടെ ചൊല്ലി ഭണ്ഡാരഭൂമിയിൽ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ ആണത്തമുള്ള നേതാവെങ്കിൽ ഈ ഭണ്ഡാരഭൂമി ഒന്നുകിൽ
ലോൺ എടുപ്പാനും വിൽക്കപ്പെടുവാനും കഴിയുന്ന മാതിരിക്കൊന്ന് ആക്കിത്ത. കരുത്തനായ ഒരു നേതാവെങ്കിലും ഒന്ന് ആക്കിക്കാട്ട്. നാം വെല്ലുവിളിക്കണ്ടേ കഴിയാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ അത് ചെയ്ത് കാട്ട് കഴിയുമെങ്കിൽ പോരെ. വേറെ എന്നാക്ക് പറവാങ്ങില്ലേ, തൽക്കാലം നിറത്തിൻ്റെ പറവാങ് ഒരുപാട് കാര്യമുണ്ട്. നമുക്ക് പറയണം, വീണ്ടും ഇറങ്ങും. പേടിക്കൊണ്ട വീണ്ടും പറയും. ഓക്കെ.